ഇപ്പോൾ എല്ലായിടത്തും പ്രതിപക്ഷം ഒരു പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉന്നയിക്കുന്നത് CPM BJP ഡീൽ എന്നുള്ളതാണ്. ഈ ഒരു വിഷയത്തോട് എന്താണ് താങ്കളുടെ പ്രതികരണം? അതിലിപ്പോൾ അവർ പരാജയം ഉറപ്പിക്കുമ്പോൾ ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ്. കേരളത്തിൽ ഇടതുപക്ഷം ഇപ്പോൾ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇവിടെയുള്ള മലയാളി അവർ പൗരത്വത്തിൻ്റെ പേരിൽ ഒരു പ്രശ്നവും നേരിടാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ, അല്ലെങ്കിൽ സെൻസസ് വരുമ്പോൾ അതിനകത്ത് പൗരത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തില്ല എന്ന് ഗവൺമെൻറ് നോട്ടിഫിക്കേഷൻ, ഇങ്ങനെയുള്ളതെല്ലാം നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യയിലെ ഏക സർക്കാർ കേരളത്തിലേതാണ്. നിലവിൽ കേരളത്തിലെ ഡെവലപ്മെൻറ്റ് വിസിബിളാണ്. മുഖ്യമന്ത്രിയുടെ അഭിമുഖങ്ങൾ, മറ്റ് പ്രചരണ രീതികൾ, വീട് വീടാന്തരം കയറിയുള്ള പ്രവർത്തനങ്ങളെല്ലാം വഴി, പിന്നെ ഏറ്റവും ഒടുവിൽ ഒരു മാസം നടന്ന ഉദ്ഘാടനങ്ങൾ സവിശേഷ പ്രാധാന്യമുള്ളതാണ്. വയനാട് ടൗൺഷിപ്പ് ആകാം, അല്ലെങ്കിൽ പെരുമ്പളം പാലാകാം, ഇവിടുത്തെ ചെല്ലാനം പദ്ധതിയാകാം, ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൻ്റെ ഉദ്ഘാടനമാകാം, ജലപാതയുടെ ഉദ്ഘാടനമാകാം, തുരങ്കപ്പാത നിർമ്മാണമാകാം, പെൻഷൻ പുതുതായ സ്ത്രീകൾക്ക് അക്കൗണ്ടിലേക്ക് നൽകിയത്, അതുപോലെ കണക്ട് വർക്ക്, ഇതെല്ലാം വളരെ വിസിബിളായിട്ടുണ്ട്. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ ചർച്ച വഴിതിരിച്ചു വിടാനുള്ള ശ്രമം മാത്രമായി അതിനെ കണക്കാക്കിയാലും